നീ ഇതെപ്പോ വന്നു? ഞാനിപ്പോ വന്നതേ ഉള്ളൂ. നിന്നെ അന്വേഷിക്കാൻ സ്ഥലമൊന്നും ബാക്കിയില്ല. എന്താ കാര്യം? എന്താ കാര്യം? ഒരു ഉഗ്രം കോൾ ഒത്തു വന്നിട്ടുണ്ട്. സാമ്പത്തികമായിട്ട് വലിയ മെച്ചമൊന്നും ഇല്ലെങ്കിലും മാനസികപരമായിട്ട് ചില പ്രയോജനങ്ങളുള്ളതാ. അതെന്ത് കോളാ? ഒരു വെടിക്ക് രണ്ട് പക്ഷി. ഈ നാട്ടിൽ നിന്നും കുറച്ചാൾ മാറി നിൽക്കണം നീ എപ്പോഴും പറയാറില്ലേ? അതിന് പറ്റിയ ചാൻസ് ആയത്. ആനക്കാരന് ഹിന്ദി മാസ്റ്റർ സംഘടിപ്പിച്ചു കൊടുക്കുന്നതിന്റെ പേരിൽ എനിക്കും അവിടെ ഒന്ന് ഷൈൻ ചെയ്യാം. ഏത്? ഇതേ കൊച്ചു പിള്ളേരെ ഹിന്ദി പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു പ്രയാസമുള്ള കാര്യമാണ്. പിന്നെ നീ പറഞ്ഞ ഈ വയസ്സിനെ എങ്ങനെയാ? ഒന്ന് ശ്രമിച്ചു നോക്ക, അത്രേ ഉള്ളൂ. നീ വിചാരിക്കുന്ന പോലൊന്നല്ല. അയ്യപ്പൻ നായർ ആളൊരു രസികനാ. നിനക്ക് വേണ്ടത് ഒരു ചേഞ്ച്. അതവിടെ ഉണ്ടാകും എല്ലാ രീതിയിലും. ഇതുപോലൊക്കെ പറഞ്ഞല്ലേ കഴിഞ്ഞ കൊല്ലം നീ എന്നെ തച്ചോട്ട് കാവി കൂട്ടിക്കൊണ്ടു പോയത്. അവസാനം അവിടുന്ന് അടി കിട്ടാതെ ഊരിക്കൊണ്ടുപോവാൻ ഞാൻ പെട്ട പാട്. അതെനിക്ക് പറ്റിയ ഒരു തെറ്റ് തന്നെ, സമ്മതിച്ചു. നീ എന്നെ പറ, ആ പെണ്ണിനെ ഒറ്റ നോട്ടത്തിൽ കണ്ട തലയ്ക്ക് അസുഖമുണ്ടെന്ന് ആരെങ്കിലും പറയോ? എന്തിന്, നിനക്ക് തോന്നിയോ? നീ കൂടുതൽ പോസൊന്നും കാണിക്കണ്ട. നിന്റെ കല്യാണ കാര്യത്തിൽ ഞാനൊരു താല്പര്യം കാണിക്കുന്നില്ല എന്ന് പരാതി പറഞ്ഞു വേണ്ട. കണ്ടിട്ട് നിനക്ക് എങ്ങനെ തോന്നി? മാച്ച് ആവോ? മാച്ച് ആകുമെന്നോ? നല്ല കറക്റ്റ് ജോഡിയായിരിക്കും. എടാ, കെട്ടാൻ പോകുന്ന കുട്ടിയുടെ സ്വഭാവം നേരിട്ട് കണ്ട് മനസ്സിലാക്കാനുള്ള അവസരം വേണം. പ്രേമവിവാഹമായിരിക്കണം, കുട്ടി സുന്ദരിയായിരിക്കണം, ബുദ്ധിമതിയായിരിക്കണം. ഇതൊക്കെയല്ലേ നിന്റെ കണ്ടീഷൻ? ഇതെല്ലാം കൂടി ഒത്തുവന്നിരിക്കുന്ന ഏക കേസാണ്. കുട്ടിയെ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ആ രീതി പ്രൊസീഡ് ചെയ്താൽ മതി. അല്ലെങ്കിൽ കിളവനെ ഹിന്ദിയും പഠിപ്പിച്ച് മാന്യമായിട്ടെങ്കിൽ മടങ്ങിപ്പോരാ. എന്താ? എപ്പോ പോണം? എപ്പോ വേണമെങ്കിലും പോകാം. പിന്നെ നീ ഒരു മണ്ടൂസനായിട്ട് വേണം അവിടെ വരേണ്ടത്. അതെന്താ? നീ ഒരു പെണ്ണിന്റെ മുഖത്ത് പോലും നോക്കില്ല എന്നും പഞ്ചപാവമാണോ എന്നൊക്കെ പറഞ്ഞിട്ടാ അയ്യപ്പൻ നായർ സമ്മതിച്ചത്. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യ്, ഒരു ഒറ്റ മുണ്ടൊക്കെ കൊടുത്ത് വേണമെങ്കിൽ അച്ഛന്റെ ഒരു പഴയ ഷർട്ടൊക്കെ ഇട്ട്. ഏയ്, അതൊന്നും ശരിയാവില്ല. ഒരു നേരത്തെ ആഹാരം ഇല്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ എനിക്ക് നല്ലപോലെ ഡ്രസ് ചെയ്യണം. അതൊക്കെ പടിപ്പടിയായിട്ട് ചേഞ്ച് ചെയ്യാം. നീ ആദ്യമായിട്ട് അവിടെ ലാൻഡ് ചെയ്യുമ്പോ ഒരു മഫൻ ആയിരിക്കണം. മഫൻ എന്ന് പറഞ്ഞാൽ ഒരു മഷ്ഗുണൻ. ഹലോ, ഒന്നിക്കണേ. ഹലോ, ഒരു കാര്യം ചോദിക്കാനാ. ഒന്നിക്കണേ. അല്ല, ആനക്കാരൻ അയ്യപ്പൻ നായരുടെ വീട് ഏതാ? നേരെ ചെല്ലുമ്പോ ഒരു അത്താണി കാണും. അവിടുന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് നേരെ ചെല്ലുന്നത് അയ്യപ്പൻ നായരുടെ വീട്ടിലേക്കാ. ഞാൻ ഈ നാട്ടിൽ പുതിയതാണേ. ഞങ്ങൾ അങ്ങോട്ടാ. ഞാനും കൂടെ വരട്ടെ? കൂടെ വരണ്ട, വേണമെങ്കിൽ പിന്നാലെ വന്നോളൂ. ഇവിടുത്തെ പെൺകുട്ടികളൊക്കെ വലിയ തമാശക്കാരാണെന്ന് പരശുരാമൻ പറഞ്ഞിട്ടുണ്ട്. ഓ, പണ്ട് അദ്ദേഹം ഇവിടെ നിന്നായിരിക്കും മഴ വരുന്നത്. അയ്യപ്പൻ നായരുടെ ആരെങ്കിലും ആണോ? അല്ല, ഞാൻ വിദ്വാൻ. വീണ വിദ്വാനാണോ? ഏയ്, ഹിന്ദി വിദ്വാൻ വിനയചന്ദ്രൻ. ഞാൻ ആനയെ ഹിന്ദി പഠിപ്പിക്കാൻ, അല്ല അയ്യപ്പൻ നായരെ ഹിന്ദി പഠിപ്പിക്കാൻ വേണ്ടി വന്നാ. ഈ അയ്യപ്പൻ നായര് ആളെങ്ങനെ? ഉയരം 5 അടി 3 ഇഞ്ച്, സാമാന്യ വണ്ണം, നിറം. അയ്യോ, അതല്ല ചോദിച്ചത്. ആളിന്റെ സ്വഭാവം എങ്ങനെ? ആഹാ, അതാണോ? ഈ നാട്ടിലില്ല ഇത്രയും നല്ല സ്വഭാവമുള്ള ഒരാൾ. പഞ്ചപാവ. ഈ അയ്യപ്പൻ നായരെ നന്നായിട്ട് അറിയോ? പിന്നെ അറിയില്ലേ? ബന്ധുവാണോ? അതെ. ബന്ധു എന്ന് വെച്ചാ പറഞ്ഞു വന്ന അച്ഛനായിട്ട് വരും. ഓ, അച്ഛനായിട്ട്. എന്റെ മോളായതുകൊണ്ട് പറയല്ല, അവൾക്ക് നല്ല ജനറൽ സയൻസാ. ജനറൽ നോളജ്. അതന്നെ. ഇരിക്കും മാഷേ. എന്നെ അങ്ങനെ വിളിക്കണ്ട, വിനയചന്ദ്ര എന്ന് വിളിച്ചാ മതി. അതും ബുദ്ധിമുട്ടാണെങ്കിൽ ആ ചന്ദ്രനെയും ഒഴിവാക്കി വിനയാന്ന് മാത്രം വിളിച്ചാ മതി. എന്റെ പൊന്നു വിദ്വാമാഷേ, ഇങ്ങനെ ഒന്ന് വേഗം ഹിന്ദി പഠിപ്പിച്ച് ഇങ്ങോട്ട് തരണേ, അല്ലെങ്കിൽ ഞങ്ങളുടെ വയറ്റിപ്പഴുപ്പ് മുട്ടും. ഇപ്പൊ തന്നെ തുടങ്ങിക്കളയാം. കാപ്പി കുടിച്ചിട്ട് മതി. അതന്നെ. മോളെ, മോളെ, ആ കാപ്പി എങ്ങോട്ട് എടുക്കൂ. ഒന്നും വേണ്ടായിരുന്നു. അത് പറ്റില്ല ഇല്ലേ? ഒന്ന് വാങ്ങി തന്നോളൂ. വാങ്ങിച്ചോളൂ. അങ്ങോട്ട് കൊടുക്കും മോളെ. മേ ഇസ് ഈക്വൽ ടു ഹും, തും ഇസ് ഈക്വൽ ടു ഹോ. മേൻ കർത്താവായിരിക്കുമ്പം ഹും എന്ന് ചേർക്കണം, തും കർത്താവായിരിക്കുമ്പം ഹോ എന്ന് ചേർക്കണം. മേൻ കർത്താവായിരിക്കുമ്പോ ഹും, തും കർത്താവായിരിക്കുമ്പോ ഹോ ഹോ. ഇനി നമുക്ക് അടുത്ത ഗ്രാമറിലേക്ക് കിടക്കാം. വിദ്വാമാഷേ, ഈ ആനയ്ക്ക് ആവശ്യമുള്ള വാക്കുകൾ മാത്രം പഠിപ്പിച്ചാൽ മതി കേട്ടോ. എന്ന് വെച്ചാ ഈ ആന ഇരിക്കാനും നിക്കാനും നടക്കാനും വളയ്ക്കാനും ഒക്കെ നാളെ മുതൽ അങ്ങനെ പഠിപ്പിക്കാം. എന്നാ ഞാൻ പോയിച്ച് നാളെ വരാം.
അതെ, എവിടെ വിദ്വാന്റെ താമസം? അങ്ങ് തൂണൂർക്കര. അയ്യോ, അവിടം വരെ പോയിട്ട് പിന്നെ ഇവിടെ എപ്പ എത്താനാ? ഇവിടെ അങ്ങോട്ട് കൂടിയാ പോരെ? അയ്യോ അത് വേണ്ട, പ്രായമായ പെൺകുട്ടികളുള്ള സ്ഥലത്ത് ഞാൻ താമസിക്കൂല. അല്ല മാഷേ, അത് സാരില്ല. രാത്രിയും കൂടി ഇരുത്തി പഠിപ്പിച്ചിട്ട് വേണം ആനെ പണിക്ക് കൊണ്ടുപോവാൻ. ദേ ആ തെക്കേ മുറിയില് മാഷൊക്കെ സുഖമായിട്ട് കിടക്കാന്നേ. വടക്കേപ്പുറത്ത് പുഴ, ആ പ്രഭാത കർമ്മത്തിന് വിശാലമായ പറമ്പ്, ഒരു കാര്യത്തിന് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ആ മാഷ ബാഗ് ഇങ്ങോട്ട് വന്നോളൂ. വേണ്ടായിരുന്നു. വരൂ മാഷേ, മടിക്കണ്ട. നിങ്ങൾ ആ സ്ലേറ്റ് എവിടെ വെച്ചിട്ട് വരൂ. ദേ ഇതാണ് മാഷയുടെ മുറി. അച്ഛാ, അച്ഛാ. ഏയ് അച്ഛനെ കൂട്ടുകടത്തൊന്നും വേണ്ട. അങ്ങേര് പോയിരുന്ന ഹിന്ദി അക്ഷരം എഴുതി പഠിക്കട്ടെ. എഴുതി പഠിക്കാതെ പറയാൻ മാത്രം പഠിച്ചാ പോരെ വിദ്വാമാഷെ? അക്ഷരമെല്ലാം മനഃപ്പാടമാക്കണമെങ്കിൽ എഴുതി തന്നെ പഠിക്കണം, എന്നാലേ സംസാരിക്കാൻ പറ്റൂ. നോക്കൂ നോക്കൂ മാഷേ, എന്ത് കാര്യം ചെയ്യണമെങ്കിലും ഞാൻ പുറകേ നടക്കണം. ഇതുപോലൊരു കുഴി മടിയൻ. എന്നാ ഞാൻ കുറച്ചു നേരം പോയിരുന്ന് പഠിക്കാം മാഷെ. ठीक है. ബായേ മൂഡ് എന്ന് പറഞ്ഞാൽ ഇടത്തോട്ട് തിരിയാൻ. ഞാനൊന്ന് പറഞ്ഞു നോക്കട്ടെ. ആ. വായേ മൂഡ്. അയ്യോ, വായേ മൂടല്ല, ബായേ മൂഡ്. നോക്കൂ നോക്കൂ, ആ വിദ്വാമാഷ് പറഞ്ഞിരുന്ന പോലെ പറയൂ. വായ മൂടെന്ന് പറഞ്ഞ ആന എങ്ങനെ വാ മൂടി നിന്ന പിന്നെ ഡോക്ടറെ വിളിക്കാൻ നടക്കണ്ടേ? ദാ, ദാ, ദാ. ബാ, ബാ. ബാ, ബാ. ബായേ മൂഡ്. ബാ. ആ വായേ മൂഡ്. അയ്യോ, നമ്മള് ജയിച്ചു. അയ്യോ മതി. ദായേ മൂഡ് എന്ന് പറഞ്ഞാൽ വലത്തോട്ട് തിരിയുക. പറയൂ പറയൂ പറയൂ. ദായേ മൂഡ്. ആ, അയ്യോ 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 മതി മതി മതി. ആ, ജയിച്ചു. മതി. ആകെ ചെല്ലെന്ന് പറഞ്ഞാൽ മുന്നോട്ട് നടക്കുക. ആ പീച്ചേ ചെല്ലെന്ന് പറഞ്ഞാൽ പുറകോട്ട് നടക്കുക. ആ പറയൂ പറയൂ. ആകെ ചെൽ. ആ. പിച്ചാ. ആ, പിച്ചാത്തിയല്ല, പീച്ച പീച്ച. എന്തോ വിദ്വാമാഷേ? പീച്ചേ ചെൽ. ആ അത് തന്നെ. പീച്ചേ ചെൽ. ഇതൊന്ന് പിടിച്ചേ. നിന്റെ വേല എന്റെ അടുക്ക വേണ്ട. കുടിക്കാൻ ഒരു ഗ്ലാസ് വെള്ളം കിട്ടിയാൽ കൊള്ളാമായിരുന്നു. തരാലോ. മാഷ് ഇനി എന്ത് ചോദിക്കുകയാണെങ്കിലും ഹിന്ദിയിൽ ചോദിച്ചാൽ മതി. അതന്നെ. അപ്പൊ ഞങ്ങൾക്ക് വേഗം ഹിന്ദി പഠിക്കാലോ. ഏക് ഗ്ലാസ് പാനി പിലാവോ. ഏക് പന്നി അയ്യോ ഏക് ഗിലാസ് പാനി ലാവോ. പന്നിയല്ല, പത്നി. മാത്രമല്ല ഏക് പത്നി എന്ന് പറഞ്ഞാൽ ഒരു ഭാര്യ എന്നാ. ഇങ്ങനെ പറഞ്ഞാൽ വേറെയും ഭാര്യമാരുണ്ടെന്ന് അർത്ഥം വരും. എന്റെ ഭാര്യ എന്ന് പറയുന്നതിന് മേരാ പത്നി എന്ന് പറയണം. എന്റെ പൊന്നു വിദ്വാമാഷേ, അത് ഇങ്ങേരുടെ സ്വഭാവാ. ആനയും കൊണ്ട് നടക്കുന്ന കാലത്തെ പോകുന്നിടത്തൊക്കെ പെണ്ണുങ്ങൾ ഉണ്ടായിരുന്നേ. ബസ് ബസ്. മാഷെ, ഈ വിവരമില്ലാത്തവൾ എന്നുള്ളതിന് ഹിന്ദിയിൽ എന്താ പറയാ? ഉല്ലുക്കപ്പട്ട. ഉല്ലുക്കപ്പട്ട. ദഹ്നെ മൂട്ട് ആകെ ചൽ. വിദ്വാമാഷേ, ദുഷ്ടൻ എന്നുള്ളതിന് ഹിന്ദിയിൽ എങ്ങനെയാ പറയാ? ദുഷ്. ദുഷ്. മാഷേ, ഹിന്ദി പഠിപ്പിച്ചു തന്നതിന് പകരം മാഷക്ക് ഞാൻ ഈ പാപ്പാമ്പണി പഠിപ്പിച്ചു തരാം. ഒരു വിദ്യ പഠിച്ചിരിക്കുന്നത് നല്ലത് തന്നെ. ഉദാഹരണത്തിന് ഇവളൊന്ന് ഇടഞ്ഞാ തന്നെ. മാഷേ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വായന ചുടരുത്. അല്ലാതെ തന്നെ ഞാൻ ഇവളെ കൊണ്ടു നടക്കാൻ കഷ്ടപ്പെടുക. ആവോ? ഞാനൊരു മണ്ടൻ. ആശാനെ പോലെ ആനയെ നേരെ ചൊവ്വേ നോക്കുന്ന പാപ്പാമാരുടെ ആനകൾ ഇടയുന്ന പ്രശ്നമേ ഇല്ല. ആവോ? സത്യം പറയാമല്ലോ, അയ്യപ്പനാശാനെ പോലെ ഇത്രയും പ്രഗത്ഭനായ ഒരു പാപ്പാനാശാനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അങ്ങനെയൊന്നുമില്ല. പിന്നെ ഈ മിടുക്കൊക്കെ എനിക്ക് ജന്മനാ കിട്ടിയെന്ന ആൾക്കാര് പറയണേ. ആശാന്റെ ബന്ധുവിന്റെ മോളാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ആ കുട്ടിയെ നോക്കുപോലും ചെയ്യില്ലായിരുന്നു. കളിച്ച് കളിച്ച് പരശുരാമൻ നമ്മുടെ സ്വന്തം കുടുംബത്തിൽ കയറി അപ്പൊ കൈവച്ചിരിക്കുന്നത്. സുപ്രഭാത് രാഘുബായ്. പാവം ഹിന്ദി അറിയില്ല. ഇനി ഇവരൊക്കെ എപ്പോഴാ ഹിന്ദി പഠിക്കാൻ പോണയാവോ? വേണ്ട വേണ്ട, ഇപ്പൊ നേരെ നമുക്കിട്ട് വേണ്ട. നമ്മളിതൊക്കെ കൊറേ കണ്ടതാ. ബോലോനാ ബോലോ. ഹിന്ദി നഹി മാലൂ. ഉല്ലുക്കപ്പട്ട. പരശുരാമ, ഇതൊന്ന് പിടി. ഇവളോ തിമിരക്ക കൂടാതെ തമിഴ്. ನಿಮ್ದ ಆಟ ನಮ್ನ ಹತ್ರ ಬೇಡ ನಾಯರೆ. ಕನ್ನಡ. ನಾದಕ್ಕೆ ಗರ್ವ ಚುಪ್ಪಾಕಿ ತಲ್ಸಂಡಿ. ತೆಲುಗು. ಬಟ್ ದ Pride goes before a fall. yes understand you. ഞങ്ങൾ അല്ലേ? വേറൊന്നില്ലേ പറയാൻ? ഒന്നുമില്ല.
നായരെ നിങ്ങൾക്ക് ഹിന്ദി മാത്രമേ അറിയുള്ളൂ. ഞങ്ങൾക്ക് പല ഭാഷ അറിയാം. പക്ഷെ ഇതൊന്നും കൊട്ടി ഘോഷിച്ച് കഴുത്തിന് മൈക്കും കെട്ടി വിളിച്ചു പറഞ്ഞ് നടക്കാറില്ല. കമോൺ. കറക്റ്റ്. നിന്റെ മുഖം കണ്ടാ തന്നെ അറിയാം ഇപ്പൊ കാർത്തി നിന്റെ കസ്റ്റഡിയിലാണെന്ന്. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. നീ ഒറ്റ ഒരുത്തം പറഞ്ഞതുകൊണ്ടാ പറഞ്ഞ മുണ്ട് കൊടുത്ത് കുറിയും തൊട്ട് കോമാളി വേഷവും കെട്ടി ഞാൻ അവിടെ വന്നത്. ഇനി അതാണോ കുഴപ്പമായെന്നുള്ളതാണ് എന്റെ സംശയം. മനസ്സിലായില്ല? ആ പെണ്ണിന്റെ മനസ്സ് ഒരു പിടിയും കിട്ടുന്നില്ലെന്ന്. ഈ പെണ്ണിന്റെ മനസ്സും വർഷകാലത്തെ കാറ്റ് ഒരുപോലാണെന്ന് ഹിന്ദിയിൽ ഒരു പാട്ടുണ്ട്. തൽക്കാലം ഓർമ്മ വരുന്നു. ഏതായാലും കുട്ടിയെ നിനക്ക് ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ? ഏ കുട്ടിയെ നിനക്ക് ഇഷ്ടപ്പെട്ടല്ലോ ഒന്ന്. ആ അപ്പൊ പകുതി ജോലി കഴിഞ്ഞു. പിന്നെ ഒരു കാര്യം, ആ തന്തയും തള്ളയും തൽക്കാലം നിന്റെ മനസ്സിൽ പറയണ്ട. അറിഞ്ഞാൽ അവര് നിന്റെ ചീട്ട് കീറും. പോടാ അവിടുന്ന്. ധൈര്യവും ചങ്കുറപ്പുള്ളതുകൊണ്ടാ ഞാൻ പ്രേമിക്കാൻ ഇറങ്ങിയത്. जब प्यार किया तो डरना क्या, जब प्यार किया तो डरना क्या, जब प्यार किया तो डरना क्या. അമ്മയില്ലേ? ഇല്ല. അച്ഛനും? അച്ഛനും ഇല്ല. കഷ്ടമായി പോയി. എന്താ? ഒരു ഗ്ലാസ് വെള്ളം വേണമായിരുന്നു. വെള്ളത്തിനാണോ അച്ഛനെയും അമ്മയും അന്വേഷിച്ചത്? അത് അല്ല, കാർത്തിക തനിച്ചുള്ളപ്പോ ഞാൻ തനിച്ചു വന്ന് വെള്ളം ചോദിക്കാന്ന് വെച്ചാ. മാഷിന് ഈയിടെയായിട്ട് വെള്ളദാഹം കുറച്ച് കൂടുതലാ. എന്താ കാരണം? അങ്ങനെയാണോ? അത് ഇവിടുത്തെ ക്ലൈമറ്റിന്റെ കുഴപ്പമായിരിക്കും. മോളെ, ആ തെളിഞ്ഞല്ലോ മാഷെ. വന്നപ്പോ ഒറ്റമുണ്ട്, പിന്നെ ഡബിള്, ഇപ്പൊ പാന്റ്. ഹേയ് കൊള്ളാലോ. എന്താ മാഷെ, കാലിന് വല്ല അസുഖം ഉണ്ടോ? ഒന്നുമില്ല മോളെ, മാഷക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടോ? എനിക്കറിയില്ല. ആവോ വിദ്യ. രാവിലെ തന്നെ വരാൻ പറഞ്ഞിട്ട് എന്താ ഇത്ര വൈകിതായി ഇപ്പൊ നേരെ? ഇപ്പഴാ മുതലാളി എന്നോട് വന്ന് പറഞ്ഞത്. ശരി, സമയം കളയണ്ട, പണി തുടങ്ങിക്കോ. ആവോ ആവോ വിദ്യ. ആ ആവോ വിദ്യ. ലക്കടി പക്കടോ, ലക്കടി പക്കടോ. പക്കടോ വിദ്യ, ലക്കടി പക്കടോ, ലക്കടി പക്കടോ. तुम सुनता नहीं? तुम क्या करता? ഈ നിലയ്ക്ക് പോയാൽ നീ എന്നെ പിച്ചടിപ്പിച്ച് അടങ്ങും അല്ലേ? ഇങ്ങോട്ട് വരാൻ മുകളിൽ വല്ലവരുണ്ടോ? എന്താ സർക്കസ് പോയി ഡാൻസ് ആയ? എന്റെ സമനിലപ്പ് തെറ്റുട്ടോ.